ഹലോ ഗൈസ്, എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ലോങ് വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് വ്ളോഗ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ 5:30ക്കൊക്കെ അലാം സെറ്റ് ചെയ്ത് കിടന്നതാണ് ഇന്നലെ. പക്ഷേ എഴുന്നേറ്റപ്പോൾ 5:38 ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒരു ചായയൊക്കെ വെച്ചു. വേറെ ഒരാളും കൂടെ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ടുണ്ട്, കുഞ്ഞു. ഇവനിവിടെ ആരും നേരത്തെ എഴുന്നേറ്റാലും അവനൊപ്പം എഴുന്നേൽക്കും. പിന്നെ നമ്മൾ നമ്മുടേതായ പണികൾ എടുക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ മുറ്റത്തൊക്കെ ഒന്ന് പോയി നടന്നു. ഞാൻ ഈ മോർണിംഗ് വ്ളോഗ് ചെയ്യാനായിട്ട് ഒരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സ്കൂൾ ടൈമിലായാലും കോളേജ് ടൈമിലായാലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം വന്നാൽ നേരത്തെ എഴുന്നേൽക്കും. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ 8:30, 9 ആവാറുണ്ട്. അതിന് അമ്മേര് നല്ല ചീത്തയും കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം. പിന്നെ VFAയുടെ ഒരു ഓൺലൈൻ ബാച്ചിൽ എൻട്രിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഞാൻ നൈറ്റിലേക്കാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു 6:15 ഞാൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്റ്റഡി പ്ലാനിൽ ഡേ 69 ആയിരുന്നു. 68 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് സബ്ജക്റ്റൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 16 മുതൽ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു നോക്കാനുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങൾ വേറൊരു ബുക്കിൽ സെപ്പറേറ്റായിട്ട് എഴുതി വയ്ക്കാറുണ്ട്, ഓരോ ഡേയ്സിൽ തരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ഓരോ പോർഷൻസ് ഇങ്ങനെ ടിക്കിട്ട് പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു തൃപ്തി തോന്നാറുണ്ട്. ഇനി ടിക്ക് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ എഴുതി വെച്ചു, പഠിക്കാനുള്ളത് എഴുതി വെച്ചു. പിന്നെ ഓരോ ഡേയ്സിലത്തെ എടുത്ത് കറണ്ട് അഫയേഴ്സ് നോക്കി. പിന്നെ ഞാൻ എഴുതി പഠിക്കാനായിട്ട് ബുക്കിനേക്കാൾ കൂടുതൽ സ്ലേറ്റാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ മാത്സ് ആയാലും ചെയ്ത് പഠിക്കാനായിട്ട് സ്ലേറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കണത്. ഇതെനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മാത്സൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ കുറേ പേജ്, ബുക്കാണെന്ന് വെച്ചാൽ കുറേ പേജ് വേണ്ടി വരും. അപ്പോൾ സ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകളുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എഴുതി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പോൾ സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും. അപ്പോൾ നമുക്ക് തലയിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഒരു 7:45 ആയപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തെ കറണ്ട് അഫയേഴ്സും കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, കറി വയ്ക്കാനുണ്ടായിരുന്നു. അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങക്കറിയും അതുപോലെ തന്നെ പാവയ്ക്ക വഴറ്റാനുണ്ടായിരുന്നു. അങ്കമാലി മാങ്ങക്കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കുറേ തവണ ഞാനിത് വെച്ചിട്ടുണ്ട്. എനിക്കിത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ അകമടിച്ച് വരാനായിട്ട് പോയി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നന്നായി വിശന്നു. പിന്നെ ഉപ്പിലിട്ട മാങ്ങയും മാങ്ങക്കറിയും പാവയ്ക്ക വഴറ്റിയതും കൂട്ടിയിട്ട് വയറ് നിറച്ച് ചോറുണ്ടു. ഒരു 10:24 ആയപ്പോൾ ഞാൻ വീണ്ടും പഠിക്കാനായിട്ടിരുന്നു. 11 ആയപ്പോൾ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ സ്റ്റഡി പ്ലാൻ നോക്കിയപ്പോൾ എക്സാം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെൻഡിങ് ഉണ്ടായിരുന്ന എൻ്റെ മുന്നത്തെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു.